എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽമെറ്റെഡ്സിലാണ് ഉള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന വണ്ടി പറയുന്നത് ഓഫ് റോഡ് സ്ട്രീറ്റ് ബൈക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലാണ് ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഹെൽമെറ്റെഡ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്, എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഫോളോ ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി KTM അഡ്വഞ്ചർ 390. സിമ്പിൾ ആയിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ ADV എന്ന് വിളിക്കാം. നമുക്ക് 373 സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് V4 DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ട് മാത്രമുള്ള 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 43.5 PS അറ്റ് 9000 RPM. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 37 Nm അറ്റ് 7000 RPM ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. വണ്ടിക്ക് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ 14.5 ലിറ്റർ ആണ് വരുന്നത്. ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് അഡ്വഞ്ചർ ആൻഡ് ടൂറിംഗ് ഓഫ് റോഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മെയ്ഡ് ചെയ്തതാണ്. ഹെഡ്ലൈറ്റും ടൈലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാം LED ആണ്. ഈ വണ്ടിയുടെ മീറ്ററിന്റെ ഭാഗത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് മീറ്റർ ഡിജിറ്റൽ ആണ്, ഓഡോമീറ്റർ ഡിജിറ്റൽ ആണ്, ട്രിപ്പ് മീറ്റർ ഡിജിറ്റൽ ആണ്. വണ്ടിയുടെ മീറ്റർ കൺസോൾ പറയുന്നത് TFT ഡിസ്പ്ലേയിലാണ് വരുന്നത്. ബ്ലൂടൂത്ത് മൊബൈൽ കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ആ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. 2 റൈഡിംഗ് മോഡ്സ് വണ്ടിയിൽ അവൈലബിൾ ആണ്. ഒന്ന് ഓഫ് റോഡും ഒന്ന് സ്ട്രീറ്റും. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, പിന്നെ ക്വിക്ക് ഷിഫ്റ്റും ഉണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പറയുന്നത് 320 mm റിയർ ബ്രേക്ക് എന്ന് പറയുന്നത് 230 mm ആണ് വരുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 200 mm വരുന്നുണ്ട്. വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 162 കിലോ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ സീറ്റിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് അത്യാവശ്യം നല്ല ലോങ് സീറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഉണ്ട്. ബാക്കത്ത് അത്ര ലോങ് അല്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ, അത്യാവശ്യം നല്ല സ്മൂത്ത് സ്പോഞ്ച് പോലെയുള്ള സീറ്റാണ്. പിന്നെ ബാക്കിൽ ടോപ്പ് ബോക്സ് വെക്കാനുള്ള അതിന്റെ എന്താ പറയാ ക്രാബും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഹാൻഡ് ഗാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹാൻഡ് ഗാർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ബ്രേക്കിന്റെ ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ക്ലച്ചിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ ലിവർ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ പാസ് ലൈറ്റ് ഉണ്ട്, പിന്നെ മോഡ് മാറ്റാനുള്ള സ്വിച്ചുകളുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ, ഹോർൺ, കിൽ സ്വിച്ച് എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേറെ ഏതോ ഒരു കുതിരന്റെ മേലെ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കാല് അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കാലെനിക്ക് ഉന്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വിങ്ഷീൽഡ് ഏകദേശം എന്റെ ഒരു മൂക്കിന്റെ ആ ഒരു റേഞ്ചിലോളം വിങ്ഷീൽഡ് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വെയിറ്റും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് തോന്നുന്നില്ല കേട്ടോ. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,75,000 രൂപയാണ്. ഫസ്റ്റ് ഓണറാണ്. ആകെ 11,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ.